നമസ്കാരം. സർവകലാശാലകൾ കാവിമുക്കുന്നതിന്റെ പ്രത്യക്ഷ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കർണാടകയിൽ കണ്ടത്. കലബുർഗിക്ക് സമീപമുള്ള കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ജൂലൈ 18 നടന്ന RSS യോഗം ദിവസങ്ങൾ കഴിഞ്ഞ് വെളിച്ചത്തു വന്നത് അക്കാദമിക ഇടത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണെന്ന് നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും വിശേഷിപ്പിച്ചതോടെ വിവാദത്തിന് കാരണമായിരിക്കുകയാണ്. സർവകലാശാലയിലെ വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് ജൂലൈ 18 വൈകുന്നേരം 4-നും 7-നും ഇടയിൽ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിൽ നടന്ന മീറ്റിംഗിൽ 100ഓളം വിദ്യാർത്ഥികളും സർവകലാശാലയിലെ അധ്യാപകരും പങ്കെടുത്തിട്ടുണ്ട്. രജിസ്ട്രാർ RR ബിരാദാർ, ലൈസൺ ഓഫീസർ ബസവരാജ് M സോമനമരടി, ഫാക്കൽറ്റി അംഗങ്ങളായ ബസവരാജ് ഡോണൂർ, വെങ്കടരമണ ദോഡി, രോഹിണാക്ഷ ഷിർലാലു എന്നിവരും യോഗത്തിൽ പങ്കെടുത്തവരിൽ ഉൾപ്പെടുന്നു. സർവകലാശാലയ്ക്ക് പുറത്തുള്ള ഏതാനും RSS ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തതായാണ് വിവരം. പിന്നീട് വൈറലായ ഒരു വീഡിയോ ക്ലിപ്പിൽ സർവകലാശാല ഫാക്കൽറ്റി അംഗങ്ങളും വിദ്യാർത്ഥികളും RSS ശാഖകളിൽ പതിവായി ആലപിക്കുന്ന നമസ്തേ സദാ വത്സലെ എന്ന ഗാനം ആലപിക്കുന്നതും ചിത്രീകരിച്ചിട്ടുണ്ട്. യോഗത്തിന്റെ വീഡിയോ പകർത്തിയ വിദ്യാർത്ഥി തനിക്കുണ്ടായ അനുഭവം മാധ്യമങ്ങളോട് പങ്കുവച്ചു. RSS പ്രവർത്തകർ തന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നിരുന്നാലും ഒരു പ്രത്യേകതരം ഡാറ്റ വീണ്ടെടുക്കൽ ഉപകരണം ഉപയോഗിച്ച് പിന്നീട് ഇത് വീണ്ടെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് വിദ്യാർത്ഥി പറഞ്ഞു. ഇതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. ഈ വർഷം സെപ്റ്റംബറിൽ RSS 100 വർഷം പൂർത്തിയാക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ പറയുന്നതും അതുമായി ബന്ധപ്പെട്ട ചടങ്ങ് എങ്ങനെ ഗംഭീരമായി ആഘോഷിക്കാം എന്ന് ചർച്ച ചെയ്യാനാണ് ഈ യോഗം സംഘടിപ്പിച്ചതെന്നാണ് വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത്. യോഗത്തിൽ പങ്കെടുത്ത RSS അംഗങ്ങൾ സർവകലാശാലയെ RSS അടിത്തറയാക്കാനും ദക്ഷിണേന്ത്യയിൽ അതിന്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാനും സദസ്യരോട് ആഹ്വാനം ചെയ്യുന്നതും വീഡിയോയിലുണ്ട്. RSS ശൃംഖലയെയും അതിന്റെ ദക്ഷിണേന്ത്യയിലെ ശാഖകളെയും ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും അവർ ഊന്നി പറയുന്നുണ്ട്. വീഡിയോ പുറത്തു വന്നതോടെ ഈ സംഭവം അപലപനീയമാണെന്ന് പറഞ്ഞ് സർവകലാശാലയിലെ ഗവേഷകനായ P നന്ദകുമാർ രംഗത്തു വന്നു. അതൊരു സർവകലാശാലയാണ്. അക്കാദമിക പ്രവർത്തനങ്ങൾ മാത്രമേ അധികാരികൾ അനുവദിക്കാവൂ. യോഗങ്ങൾ നടത്താനും പുരോഗമന ആശയങ്ങൾ ചർച്ച ചെയ്യാനും വൈസ് ചാൻസലറും രജിസ്ട്രാറും ഞങ്ങളെ അനുവദിക്കുന്നില്ല. പക്ഷേ അവർ തന്നെ RSS യോഗങ്ങൾ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്ന വിമർശനവും നന്ദകുമാർ മുന്നോട്ട് വെച്ചു. സർവകലാശാല ക്യാമ്പസിൽ നടന്ന RSS യോഗത്തെ ന്യായീകരിച്ച് രംഗത്തു വന്ന വൈസ് ചാൻസലർ ഭട്ടു സത്യനാരായണയുമായി മാധ്യമപ്രവർത്തകർ ബന്ധപ്പെട്ടപ്പോൾ RSS നിരോധിത സംഘടനയല്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. അത്തരമൊരു യോഗത്തിന് അനുമതി നൽകിയ തീരുമാനത്തെ VC ന്യായീകരിക്കുകയും ചെയ്തു. വ്യത്യസ്ത ആശയപരമായ പശ്ചാത്തലങ്ങളുള്ള വ്യത്യസ്ത വിദ്യാർത്ഥികളും ഫാക്കൽറ്റി അംഗങ്ങളുമാണ് സർവകലാശാലയിൽ ഉള്ളത്. അതിൽ ചിലരെ അനുവദിക്കാനും മറ്റുള്ളവർക്ക് പരിപാടി സംഘടിപ്പിക്കാനുള്ള അവസരം നിഷേധിക്കാനും കഴിയില്ല എന്ന സ്റ്റാൻഡാണ് VC എടുത്തത്. അതിന് ന്യായീകരണം എന്ന നിലയിൽ സർവകലാശാല ക്യാമ്പസിൽ അടുത്തിടെ നടന്ന ചില പരിപാടികൾ കൂടി VC ചൂണ്ടിക്കാട്ടി. SC/ST എംപ്ലോയീസ് അസോസിയേഷനെ യോഗം നടത്താൻ ഞങ്ങൾ അനുവദിച്ചു. ബീഹാർ വിദ്യാർത്ഥികളെ ബിഹാറി ദിവസ് ആഘോഷിക്കാൻ ഞങ്ങൾ അനുവദിച്ചു. സമാനമായ രീതിയിൽ ഞങ്ങൾ ഈ മീറ്റിംഗും അനുവദിച്ചു എന്ന മട്ടിലാണ് VC RSS യോഗം നടത്താൻ അനുവദിച്ചതിനെ ലഘൂകരിച്ച് കണ്ടത്. യോഗത്തിൽ പുറത്തു നിന്നുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. CUK ഫാക്കൽറ്റി അംഗങ്ങളും വിദ്യാർത്ഥികളും മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. RSS നിരോധിത സംഘടനയല്ല എന്നൊക്കെ VC തന്റെ ഭാഗം ന്യായീകരിക്കാൻ പറയുന്നുണ്ടെങ്കിലും പുറത്തു നിന്നുള്ളവർ കൂടി പരിപാടിയിൽ പങ്കെടുത്തുവെന്ന് വീഡിയോ ദൃശ്യങ്ങൾ വെളിവാക്കുന്നുണ്ട്. അക്കാദമിക പ്രവർത്തനങ്ങളിലും സർവകലാശാലയിലെ അധ്യാപനത്തിലും ഗവേഷണത്തിലും ഉയർന്ന നിലവാരം പുലർത്തുന്നതിലുമാണ് എന്റെ ശ്രദ്ധ. ഈ കാര്യങ്ങളിൽ ഞാൻ വ്യതിചലിക്കുന്നില്ല എന്ന് പറഞ്ഞ VC സത്യനാരായണ ഇത് വിവാദമാക്കേണ്ടതില്ല എന്നും കൂട്ടിച്ചേർത്തു. സർവകലാശാലകളും വിദ്യാഭ്യാസ ശൃംഖലയും എപ്രകാരമാണ് കാവ്യവൽക്കരിക്കപ്പെടുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അതിന്റെ മേധാവിയുടേതായി വന്ന പ്രതികരണം എന്ന് നിസ്സംശയം പറയാം. മതനിരപേക്ഷ സമൂഹം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ഏറെ പ്രധാനം.